സത്യം പറയാം, വലിയ സ്വപ്നങ്ങളോടുകൂടി ഒന്നുമല്ല ഞാനിങ്ങനെ വീഡിയോ ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. പക്ഷേ ഉദ്ദേശം ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ, നമ്മളായിരിക്കുന്ന സറൗണ്ടിങ്സിനെ കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആക്കണം. അതേ 10 മാസം മുമ്പാണ് ഇങ്ങനെ എൻ്റെ ആദ്യ വീഡിയോ വരുന്നത്. അന്ന് തൊട്ട് ഇന്ന് വരെ നല്ല കമൻറ്റ് കൊണ്ടും കുറേ മറക്കാനാവാത്ത പേഴ്സണൽ മെസ്സേജ് കൊണ്ടും കൂടെ നിന്ന കുറേ നല്ല മനുഷ്യരുണ്ട്. എല്ലാവർക്കും നന്ദി. ഇന്ന് എനിക്ക് വലിയൊരു സന്തോഷ വാർത്ത ലോകത്തെ അറിയിക്കാനുണ്ട്. വയനാട്ടിലും കോഴിക്കോടുമായിട്ട് കഴിഞ്ഞ ദിവസം അടുപ്പിച്ച് കുറേ പ്രോഗ്രാമുകൾ വന്നേ. ആദ്യമായിട്ട് കാണാൻ പോകുന്ന കുറേ നല്ല ഇടങ്ങൾ നോക്കുമ്പോൾ എല്ലാം നല്ല മനുഷ്യരിലേക്ക് എത്താൻ പോകുന്നത്. മരിയാനെയും പിള്ളേരെയും കൂടെ കൂട്ടി, ഒപ്പം പ്രിയ കൂട്ടുകാരെ സനൂപിനെ. അങ്ങനെ നിങ്ങൾ ഈ കാണുന്ന വീഡിയോ ഞങ്ങൾ പങ്കെടുത്ത ഏറ്റവും അവസാനത്തെ പ്രോഗ്രാമായിരുന്നേ. താമരശ്ശേരി രൂപതയുടെ മീഡിയ കമ്മീഷൻ വഴി ആ രൂപതയിൽ വർക്ക് ചെയ്യുന്ന സിസ്റ്റേഴ്സിന് വേണ്ടി നടത്തപ്പെട്ട മീഡിയയുടെ ഒരു ഓറിയൻറ്റേഷൻ പ്രോഗ്രാം. അനുഭവിച്ചതുകൊണ്ട് പറയട്ടെ, ലിൻസ് അച്ഛനിലോട് സംഭവിക്കുന്ന വലിയ നന്മ പറയട്ടെ. കഴിഞ്ഞ ഒരു 15 വർഷം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നല്ല സിസ്റ്റേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ അവസരം കിട്ടി. പല രാജ്യങ്ങളിൽ, പല കൾച്ചറിൽ, പല സേവന മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർ കണ്ടതുകൊണ്ട് പറയട്ടെ, ആർക്കും പകരം വയ്ക്കാനാവാത്ത വലിയ നന്മകളാണ് പ്രിയമുള്ളവരെ ഇവരിലൂടെ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതൊന്നും എവിടെയും കൊട്ടിഘോഷിക്കപ്പെടുന്നില്ലെന്ന് മാത്രം. എനിക്ക് ഉറപ്പിച്ച് പറയാനാവും, ഞാൻ ഇന്ന് ചിന്തിക്കുന്ന തരത്തിലേക്ക് എൻ്റെ ചിന്തകൾ മാറിയതും, ഞാനിന്ന് സമൂഹത്തിൽ ഇടപെടുമ്പം അതിനൊക്കെ ഒരു പ്രധാന കാരണം കുറേ സിസ്റ്റേഴ്സ് നമ്മുടെ ജീവിതത്തിൽ ചെലുത്തിയ നല്ല ഇടപെടൽ തന്നെയാണ്. ആയിരക്കണക്കിന് വിശുദ്ധ ജീവിതങ്ങൾ ആരാലും അറിയപ്പെടാതെ ഇങ്ങനെ പ്രശോഭിച്ച് നിൽക്കുമ്പോൾ ഉണ്ടല്ലോ, ഒരു പക്ഷേ നമ്മൾ കാണുന്ന 1-2 വീണ് പോയ ജീവിതങ്ങളായിരിക്കാം. അതിനെ വെച്ചാണ് എല്ലാവരും നമ്മളിങ്ങനെ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇവരാരും ഇവരെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. ഇവരെന്താണെന്നോ ഇവരെന്തിനാ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നതെന്നോ ഒന്നും ഒരു പരിധി കഴിഞ്ഞ് ലോകത്തിന് പോലും അറിയത്തില്ല. ആ ഒരു സാഹചര്യത്തിൽ മീഡിയ കമ്മീഷൻ എടുത്ത ഇനീഷ്യേറ്റീവിനെ ഞാൻ ഒത്തിരി ബഹുമാനത്തോടെയാണ് നോക്കിക്കാണുന്നത്. കണ്ട ചപ്പുചവറുകൾ കൊണ്ട് ഇങ്ങനെ ഈ മീഡിയ നിറയുന്ന കാലത്തുണ്ടല്ലോ, നമ്മുടെ ഇടയിൽ സംഭവിക്കുന്ന നന്മകളൊക്കെ ഷെയർ ചെയ്യപ്പെടണമെന്നേ. എന്താണേലും ഇനി വരുന്ന 1 വർഷക്കാലത്തോളം ഞങ്ങൾ ഒരുമിച്ച് ഇവരുടെ കൂടെ ജേണി ചെയ്യാൻ പോവാം. അല്ലെങ്കിൽ തന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് നിശബ്ദരായിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടും, അല്ലെങ്കിൽ ആരും സംസാരിക്കാൻ ഇല്ലാത്തവർക്കൊക്കെ വേണ്ടി സംസാരിക്കുക എന്നൊക്കെ ഉള്ളത്. അത് നമുക്ക് ഒത്തിരി പ്രിയപ്പെട്ടവരും കൂടെ ആയി കഴിയുമ്പോൾ ഉണ്ടല്ലോ, പറയുകയും കൂടെ വേണ്ട. എന്തൊക്കെയാണെങ്കിലും ഞാനിങ്ങനെ വീഡിയോ ചെയ്യാൻ വേണ്ടി തുടങ്ങിയത് ഹന്ന റോസിനും മരിയയ്ക്കും നോവയ്ക്കും നല്ലതായി. കാരണം ഒരുപാട് യാത്ര ചെയ്യാം, കുറേ നല്ല മനുഷ്യരുമായിട്ട് ഇടപഴകാൻ പറ്റുന്നു. സത്യം പറഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളെ വലിയ വിലയിട്ട് കാണാൻ തുടങ്ങിയപ്പോൾ ഉണ്ടല്ലോ, ജീവിതം മാറി, അടിമുടി മാറി എന്ന് പറയാം. പിന്നെ ഏറ്റവും പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, ഒരുപക്ഷെ നിങ്ങളെ കൂടുതലായിട്ട് അടുത്തറിഞ്ഞായിരുന്നെങ്കിൽ ഞങ്ങളാരും നിങ്ങളെ ഒരു തരത്തിലും കുറ്റം പറയാൻ വരികയില്ലായിരുന്നു. എല്ലാത്തിനും ഒത്തിരി നന്ദിയുണ്ട്. ഞങ്ങളുണ്ട് കൂടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.